ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനൊരു 3/4 കപ്പോളം പുട്ടിൻ്റെ പൊടിയാണ് എടുത്തത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വെക്കുന്ന പൊടിയാണ്. ചെറിയ അരിയും കുത്തരിയൊക്കെ കൂട്ടി പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ പുട്ടിന്. അത് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് അതൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതുപോലെ കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു പകുതി ക്യാരറ്റും കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ആ തേങ്ങയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും, ഞാൻ 1 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തത്. മധുരം ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അതൊക്കെ നമുക്കൊന്ന് ഇതിലേക്ക് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയിലേക്ക് വീണ്ടും കുറച്ച് പാൽപ്പൊടിയും അതും പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറ്റിയിൽ ഇതുപോലെ കുറച്ച് തേങ്ങ മിക്സും പിന്നെ പുട്ടിൻ്റെ മിക്സൊക്കെ ചേർത്ത് ഓരോരോ ലെയറാക്കി എടുക്കുക. ഇതുപോലെ ഓരോന്നും ആക്കിയെടുത്താൽ മതി. കുറച്ച് തേങ്ങ മിക്സ്, അതുപോലെ കുറച്ച് പുട്ടിൻ്റെ പൊടി മിക്സ് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് ഓരോരോ ലെയറാക്കി ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ അത് പുട്ട് ആക്കിയെടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പഴവും ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചെറിയ പഴമോ അല്ലെങ്കിൽ ഇതുപോലെ പഴമൊക്കെ ചേർത്ത് കുറച്ച് മിൽമ ഗീയൊക്കെ ചേർത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.